പഞ്ചപ്രയാഗങ്ങൾ കാണപ്പെടുന്നത്, പഞ്ചപ്രയാഗം എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്നതും എവിടെയാണ്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ്. എന്താണ് പഞ്ചപ്രയാഗ്? അളകനന്ദയുമായി 5 നദികൾ ചേരുന്ന പ്രദേശമാണ് ഈ പഞ്ചപ്രയാഗ് എന്നറിയപ്പെടുന്നത്. പ്രധാന 5 പ്രയാഗം. ഒന്ന് വിഷ്ണുപ്രയാഗാണ്. അളകനന്ദയും ധൗലി ഗംഗയും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശമാണ് ഇത് വിഷ്ണുപ്രയാഗ്. 2 നന്ദപ്രയാഗ്. അളകനന്ദയും നന്ദാകിനിയും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശമാണ് ഇത് നന്ദപ്രയാഗ്. 3 കർണപ്രയാഗ്. അളകനന്ദയും പിണ്ഡാർ നദിയും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശമാണ് ഇത് കർണപ്രയാഗ്. 4 രുദ്രപ്രയാഗ്. അളകനന്ദയും മന്ദാകിനി നദിയും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശമാണ് ഇത് രുദ്രപ്രയാഗ്. 5 ദേവപ്രയാഗ്. അളകനന്ദയും ഭഗീരഥയും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശമാണ് ഇത് ദേവപ്രയാഗ്. അത് ദേവപ്രയാഗിന് ശേഷമാണ്, അളകനന്ദയും ഭഗീരഥയും കൂടിച്ചേർന്നതിന് ശേഷമാണ് ആ നദി ഗംഗാ നദി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ, പഞ്ചപ്രയാഗങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വേണമെങ്കിൽ പറയാം. ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയം, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓക്കെ, 5 പ്രയാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിഷ്ണുപ്രയാഗ്. അളകനന്ദയും ധൗലി ഗംഗയും തമ്മിൽ സംയോജിക്കുന്ന പ്രദേശമാണ് ഇത് വിഷ്ണുപ്രയാഗ്. നന്ദപ്രയാഗ് എന്നുള്ളത് അളകനന്ദയും നന്ദാകിനിയുമാണ്. നന്ദപ്രയാഗ് അളകനന്ദയും നന്ദാകിനിയും. കർണപ്രയാഗ് അളകനന്ദയും പിണ്ഡാർ നദിയും. രുദ്രപ്രയാഗ് അളകനന്ദയും മന്ദാകിനിയും. ദേവപ്രയാഗ് അളകനന്ദയും ഭഗീരഥിയും. അതിനുശേഷം ഈ ദേവപ്രയാഗിന് ശേഷമാണ് നദി ഗംഗ എന്ന പേര് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അളകനന്ദയും ഭഗീരഥിയുടെ കൂടിച്ചേർന്ന ശേഷമാണ് അതേത് പേര് അറിയപ്പെടുന്നത്? ഗംഗ എന്ന പേര് അറിയപ്പെടുന്നത്.